അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. മാന്യത കണക്കിലെടുത്ത് ആ വീഡിയോ ഞാനിവിടെ പൂർണ്ണമായും കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങളിൽ പലരും അത് ഇതിനകം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ വീഡിയോയിൽ കാണുന്നത് ഒരു ഓഫീസ് പോലുള്ള സ്ഥലത്ത് ഒരു പുരുഷൻ സ്ത്രീയോട് ബലമായി മോശമായി പെരുമാറുന്നതാണ്. ആദ്യഘട്ടത്തിൽ ആ സ്ത്രീയും ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നും. പക്ഷെ സത്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആ സ്ത്രീക്ക് ബോധമുണ്ടായിരുന്നില്ല. ഇതിലും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇതേ രീതിയിൽ 58-ലധികം സ്ത്രീകളോട് ഈ വ്യക്തി മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകാം, ഈ സ്ത്രീകളെല്ലാം ഗ്രാമങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം, അവർക്ക് അത്ര അറിവില്ല, വിദ്യാഭ്യാസമില്ല, പഠിപ്പില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അത് തെറ്റാണ്. പലരും സർക്കാർ ജീവനക്കാരായിരുന്നു. ചിലർ IAS ഓഫീസർമാരുടെ ഭാര്യമാർ, ചിലർ രാഷ്ട്രീയക്കാരുടെ ഭാര്യമാർ, ചിലർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ, ചിലർ ബിസിനസ്സുകാരുടെ ഭാര്യമാർ. ഇതിലും വലിയ ഞെട്ടൽ, ഈ സംഭവങ്ങൾ വർഷങ്ങളായി നടക്കുകയായിരുന്നു. ചിന്തിക്കേണ്ട കാര്യം, ഇത്രയും കാലം ഇത് പുറത്തു വരാതിരുന്നത് എങ്ങനെയാണ്? മഹാരാഷ്ട്രയിലെ നാശിക്, ഇവിടെയാണ് ഈ സംഭവം നടന്നത്. പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് വന്നത് 2025 ഡിസംബർ മാസം 17-ന്. ഒരു ദിവസം ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയ്ക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ലഭിച്ചു. അവളത് തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. മെസ്സേജിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് അവൾ തന്നെയായിരുന്നു, അപമാനകരമായ ഒരവസ്ഥയിൽ. പക്ഷേ അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത് എവിടെ എടുത്തതാണ്, എപ്പോഴാണ് ഇത് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, താൻ എങ്ങനെയാണ് ഇതിൽ വന്നത്. ആ ഫോട്ടോ അയച്ച വ്യക്തി പറഞ്ഞത്, ഇത്ര പണം എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോ പുറത്തുവിടും എന്ന്. ആദ്യമൊന്നും അവളിത് സീരിയസ് ആയി എടുത്തില്ല. ഇത് AI ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കാം എന്ന് കരുതി. ഇന്ന് പലതും അങ്ങനെയാണല്ലോ. അതിനാൽ അവളത് അവഗണിച്ചു, ആരോടും പറഞ്ഞില്ല. പക്ഷേ 3-4 ദിവസത്തിന് ശേഷം അവൾ വീണ്ടും നാശിക്കിൽ ഒരു ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രം ആളുകളാൽ നിറഞ്ഞിരുന്നു. പക്ഷെ പുറത്തേക്ക് വന്നപ്പോൾ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ ഫോൺ എടുത്ത് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. വീഡിയോ കണ്ടപ്പോൾ അവൾ വീണ്ടും ഞെട്ടിപ്പോയി. കാരണം ആ വീഡിയോയിൽ അവൾ തന്നെയായിരുന്നു. ആരോ അവളോട് ബലമായി മോശമായി പെരുമാറുന്നത് കാണാം. പക്ഷെ അവൾക്കിതൊന്നും ഓർമ്മയില്ല. അവൾ ബോധാവസ്ഥയിൽ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായിരുന്നു. ആ വ്യക്തി പറഞ്ഞത്, ഇത് യഥാർത്ഥ വീഡിയോ ആണ്, ഇപ്പോൾ നിങ്ങൾ പണം നൽകുക, ഇല്ലെങ്കിൽ ഇത് പബ്ലിക്കാക്കും. ആദ്യം ഇത് നിന്റെ ഭർത്താവിന് അയക്കും, പിന്നെ ലോകം മുഴുവനും അറിയും. ഇത് അവളെ ഏറെ ഭയപ്പെടുത്തി. പക്ഷെ അപ്പോഴും അവളുടെ കയ്യിൽ അത്രയും പണമില്ലായിരുന്നു. ഭർത്താവിനോട് ചോദിക്കാനും കഴിയില്ല. അവസാനം അവൾ ധൈര്യം ശേഖരിച്ച് 2025 ഡിസംബർ മാസം 17-ന് നാശിക്കിലെ പോലീസ് സ്റ്റേഷനിലെത്തി. അവിടെ ഔദ്യോഗികമായി ഒരു പരാതി നൽകി. അതോടൊപ്പം വാട്സപ്പ് വഴി വന്ന നമ്പരും അവൾ പോലീസിന് കൈമാറി. എന്നിട്ട് അവൾ പറഞ്ഞത്, ഇത് തന്നെയാണ് ആ നമ്പർ, ഈ നമ്പറിലുള്ള ആൾ തന്നെയാണ് ആ ക്ഷേത്രത്തിലും എന്നെ ഭീഷണിപ്പെടുത്തിയത്. പോലീസ് ഒരു നിമിഷം പോലും വൈകാതെ അന്വേഷണം ആരംഭിച്ചു. ആ നമ്പർ ആരുടെ പേരിലാണെന്ന് കണ്ടെത്തി. ആ വ്യക്തിയുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. അതേസമയം ആ വ്യക്തിക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഈ സ്ത്രീ പോലീസിൽ ഒരിക്കലും സമീപിക്കുകയില്ല എന്ന്. പക്ഷേ അവൾ ആദ്യം പോയത് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉടൻ നാശിക്കിലെ ഒരു ഓഫീസിലേക്ക് എത്തി. അവിടെ നിന്നും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അവന്റെ പേര് നൈലേഷ് യാദവ്. പോലീസ് ആദ്യം ചെയ്തത് അവന്റെ ഫോൺ പിടിച്ചെടുത്തു, ലാപ്ടോപ്പും സീസ് ചെയ്തു. പരിശോധന ആരംഭിച്ചപ്പോൾ പോലീസ് പോലും ഞെട്ടിപ്പോയി. അവന്റെ ഫോണിൽ ആ സ്ത്രീയുടെ വീഡിയോ മാത്രമല്ല, അനവധി സ്ത്രീകളുടെ വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ സ്ത്രീകളുടെ മുഖം വ്യക്തമായി കാണാം. പക്ഷേ പുരുഷന്റെ മുഖം അത് ബ്ലർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ക്യാമറ ആംഗിൾ മാറ്റിയിരുന്നു. ഇത് പോലീസിന് ഒരു വലിയ സംശയം ഉണ്ടാക്കി. ആ പുരുഷൻ അതാരാണ്? അത് നൈലേഷ് തന്നെയാണോ? പക്ഷേ നൈലേഷ് ആണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പോലീസ് നൈലേഷ് ജാദവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിനിടെ പോലീസ് മറ്റൊരു വ്യക്തിയെയും സമീപിച്ചു. അവന്റെ പേര് അശോക് കരാത്ത്. അയാൾ ഒരു ഓഫീസ് നടത്തുകയാണ്. ന്യൂമറോളജി, ജ്യോതിഷം തുടങ്ങിയ സേവനങ്ങൾ അയാൾ നൽകുന്നു. ആളുകളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുമെന്ന് അയാൾ അവകാശപ്പെടുന്നു. അവൻ ആളുകളോട് പറയുന്നത്, ഞാൻ ശിവനുമായി സംസാരിക്കുന്നു, ശിവൻ എന്നോട് പറയുന്നത് പോലെ ഞാൻ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവൻ്റെ അടുത്തേക്ക് എത്താറുണ്ടായിരുന്നു. പോലീസ് ഇയാളുടെ അടുത്തേക്ക് എത്താനുണ്ടായ കാരണം, നൈലേഷ് യാദവ് ജോലി ചെയ്ത ഓഫീസ് അത് ഈ അശോക് ഖരാത്തിൻ്റെതായിരുന്നു. ആദ്യമൊക്കെ ഇതൊരു സാധാരണ ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു. കാരണം പരാതിയിലൊന്നും ഇവന്റെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ ചോദ്യം ചെയ്യലിൽ കഥയാകെ മാറിമറിഞ്ഞു. അശോക് ഖരാത്ത് ഒരു പുതിയ കഥ പറഞ്ഞു. അവൻ പറഞ്ഞത്, എൻ്റെ ഫോണിലും ഇത്തരം നിരവധി വീഡിയോകളുണ്ട്, ഇതൊക്കെ AI ഉപയോഗിച്ചുണ്ടാക്കിയതാകാം. മുംബൈയിലെ ചില ബിസിനസ്സുകാരാണ് എനിക്കിത് അയച്ചു തന്നത്. അവരെന്നോട് 5 കോടി ആവശ്യപ്പെടുന്നുണ്ട്.
പോലീസ് ഇത് കേട്ട് ആ ബിസിനസ്സുകാരാരാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ നൈലേഷ് യാദവ് പോലീസ് കസ്റ്റഡിയിലാണ്. മറ്റുള്ളവരെ പോലീസ് തിരയുകയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 2026 മാർച്ച് മാസം എത്തി. ഇതുവരെയും പോലീസിന് തോന്നിയത് അശോക് ഖറാത്തും ഒരു ബാധിക്കപ്പെട്ട വ്യക്തിയാണ്, അവനും ഈ ബ്ലാക്ക് മെയിൽ സംഘത്തിന്റെ ഇരയാണെന്ന്. പക്ഷേ 2026 മാർച്ച് മാസം 17 കഥ വീണ്ടും മുഴുവനായും മാറി. ആ ദിവസം നാഷിക്കിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ എത്തി. അവളൊരു സാധാരണ കുടുംബത്തിലെ സ്ത്രീയല്ല, ഒരു ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥന്റെ ഭാര്യയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ആ സ്ത്രീ പരാതി നൽകാൻ തുടങ്ങി. അവൾ പറഞ്ഞത്, അശോക് ഖറാത്ത്, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിരുന്നു. നിരവധി രാഷ്ട്രീയക്കാരും വലിയ ഉദ്യോഗസ്ഥരും അവന്റെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ അവളും അവൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഇത്ര വലിയ ആളുകൾ അവൻ്റെ അടുത്തേക്ക് പോകുന്നത്? അതിൻ്റെ കാരണം ഞാൻ പറയും തോറും നിങ്ങൾക്ക് മനസ്സിലാകും. അവൾ പോലീസിനോട് തുടർന്ന് പറഞ്ഞു. 2-3 തവണ അവൾ ഈ അശോകിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഓരോ തവണയും അവൻ പൂജയും അനുഷ്ഠാനങ്ങളും നടത്തി. 3-ാമത്തെ തവണ അവൻ അവൾക്ക് പ്രസാദം നൽകി, കുടിക്കാൻ ഒരു പ്രത്യേക വെള്ളവും നൽകി. ആ വെള്ളത്തെ അവൻ വിളിച്ചിരുന്നത് ഓഷ്ണോ ജെൽ എന്നായിരുന്നു. ഇത് അവൻ തന്നെയാണ് തയ്യാറാക്കുന്നത് എന്നും അവൻ പറഞ്ഞു. ഇത് കുടിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുമെന്നും അവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ആ സ്ത്രീയും അത് വാങ്ങി കുടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾക്കൊന്നും ഓർമ്മയില്ല, ബോധം കെട്ടതുപോലെയായി. ശേഷം ബോധം വന്നപ്പോൾ അവളുടെ വസ്ത്രങ്ങൾ അസ്ഥിരമായിരുന്നു. ആരോ അവളോട് അനാചാരമായി പെരുമാറിയതുപോലെ അവൾക്ക് തന്നെ തോന്നി. അവൾക്ക് വേഗം മനസ്സിലായി അവൾക്ക് എന്തോ ഒരു വലിയ തെറ്റ് സംഭവിച്ചുവെന്ന്. അതിനുശേഷം അശോക് അവളുടെ അടുത്തേക്ക് വന്നു. ഫോൺ എടുത്ത് ചില ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ അവൾ ഭയന്നുപോയി. കാരണം അതിൽ അവൾ തന്നെയായിരുന്നു. അവളോട് ലൈംഗികമായി പെരുമാറുന്നത് അതിൽ വ്യക്തമായിരുന്നു. അത് ചെയ്തത് അശോക് തന്നെയായിരുന്നു. അവൻ അവളെ ഭീഷണിപ്പെടുത്തി, പണം നൽകണം, ഇനിയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഈ വീഡിയോ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞു. ഭയന്നുപോയി അവൾ ഒന്നും പറയാതെ വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ അവൻ അവസാനിപ്പിച്ചില്ല. ഇടയ്ക്കിടെ അവളെ വിളിച്ചു, വീണ്ടും ടോർച്ചർ ചെയ്തു, പിന്നെ വിട്ടയച്ചു. ഇതവളെ മാനസികമായി തകർത്തു. ഭയം, സമ്മർദ്ദം, വിഷമം എല്ലാം കൊണ്ട് നിറഞ്ഞു. പക്ഷെ അവസാനം അവൾ ധൈര്യമായി ഒരു തീരുമാനമെടുത്തു. സ്റ്റേഷനിലെത്തി അശോക് ഖറാത്തിനെതിരെ ഒരു പരാതി നൽകി. ഈ പരാതി കേട്ടതോടെ പോലീസുകാർ ഞെട്ടിപ്പോയി. കാരണം ഇതൊരു സാധാരണ കേസ് അല്ലായിരുന്നു. ഇപ്പോൾ ചോദ്യം, ഈ അശോക് ആരാണ്? അവന് പുറകിൽ ആരാണുള്ളത്? ഈ കഥ തുടങ്ങിയത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ്. അശോക് ഖറാത്ത് ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നു. പിന്നീട് മർച്ചന്റ് നേവിയിൽ ചേർന്നു. പിന്നീട് വിവിധ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഏകദേശം 150 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ സമയങ്ങളിൽ അവൻ വളരെ കൗതുകമുള്ളവനായിരുന്നു. 10-15 ഭാഷകൾ പഠിച്ചു. ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്ത ഭാഷകളിൽ ആളുകളോട് സംസാരിക്കും. ചിലപ്പോൾ പ്രവചനങ്ങൾ നടത്തും. അവയിൽ പലതും ശരിയാകാറുണ്ട്. ആളുകൾക്ക് തോന്നാൻ തുടങ്ങി ഇവൻ വളരെ വലിയൊരു ജ്ഞാനിയാണെന്ന്. യാഥാർത്ഥ്യം എന്തെന്നാൽ ചിലതൊക്കെ അവന്റെ ഭാഗ്യം കൊണ്ട് മാത്രം ശരിയായതാണ്. പക്ഷെ ആളുകളുടെ വിശ്വാസം അവൻ നേടിയെടുത്തു. കാരണം മറ്റ് മേഖലകളിൽ വിജയം നേടാൻ പരിശ്രമം, കഴിവ്, പഠനം എല്ലാം ആവശ്യമാണ്. പക്ഷേ ബാബ പോലുള്ള ഒരാളാകാൻ വേണ്ടത് വിശ്വാസം മാത്രം. ഇതുപോലെയാണ് അശോക് ഖറാത്ത് തൻ്റെ ഇമേജ് ഉണ്ടാക്കിയത്. നിരവധി ആളുകളെ കണ്ടു, ഭാഷകൾ പഠിച്ചു, ന്യൂമറോളജി, ജ്യോതിഷം, താന്ത്രിക വിദ്യകൾ എന്നിവയിൽ കൈവശം നേടി. അങ്ങനെ ഈ കാര്യങ്ങളുടെ രഹസ്യം എന്താണെന്ന് അവൻ നന്നായി മനസ്സിലാക്കി. സമയം അങ്ങനെ കടന്നുപോയി. മെർച്ചന്റ് നേവിയിൽ അവൻ ഏകദേശം 22 വർഷം ജോലി ചെയ്തു. ഈ സമയത്ത് സ്വന്തം ഗ്രാമത്തിലെ ആളുകൾ തന്നെ അവൻ്റെ ആരാധകരായി മാറി. അശോക് എപ്പോൾ വരും? അവൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് എന്ത് പറയും? ഇതിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 22 വർഷത്തിന് ശേഷം അശോക് തൻ്റെ ആ ജോലി ഉപേക്ഷിച്ചു. ഇപ്പോൾ അവനൊരു വലിയ കാര്യം മനസ്സിലായി. ഇന്ത്യയിൽ വിശ്വാസം വളരെ വലിയ കാര്യമാണ്. ആളുകളെ ഭയപ്പെടുത്താനായാൽ അവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. ഇതിനുശേഷം ഭയം തന്നെയാണ് അവൻ്റെ ബിസിനസ്സായി മാറിയത്. ആളുകൾക്ക് പ്രവചനങ്ങൾ പറയാൻ തുടങ്ങി. ചിലത് യാദൃശികമായി ശരിയായി വരും. ഇതോടെ ആളുകളുടെ വിശ്വാസം വർദ്ധിച്ചു. അവൻ്റെ പ്രശസ്തിയും കൂടി. കാലക്രമേണ അവൻ്റെ ബിസിനസ് വളർന്നു. അവനിപ്പോൾ ചിന്തിച്ചു, ഗ്രാമത്തിൽ നിന്ന് ഇത്രയും പണം സമ്പാദിക്കാമെങ്കിൽ നഗരത്തിൽ പോയാൽ എന്താകും? അങ്ങനെ അവൻ മാറി താമസിച്ചത് പിന്നെ നാഷിക്കിലായിരുന്നു. അവിടെ ഒരു ഓഫീസ് തുടങ്ങി. ആദ്യം കുറച്ചാളുകൾ മാത്രമേ വന്നിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ ഭാഗ്യം മാറിയത് 2022 നവംബർ മാസം 17 അപ്പോഴാണ് മഹാരാഷ്ട്രയിലെ ഡെപ്യൂട്ടി CM എക്നാഥ് ഷിൻഡെ എത്തിയത്. അദ്ദേഹവും അവനെക്കുറിച്ച് കേട്ടിരുന്നു. അവൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ ആകർഷിച്ചു. ഇവിടെ ഒരു പ്രധാന കാര്യം, അശോക് നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച് നിരവധി ആളുകളെ കണ്ടു.
അതിനാൽ മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് അവന് നല്ല അറിവുണ്ടായിരുന്നു. ആളുകളെ എങ്ങനെ ഇംപ്രസ് ചെയ്യാമെന്നവൻ പഠിച്ചു. എക്നാത് ഷിൻഡെ അവിടെ പൂജ നടത്തി. അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വൈറലായി. ഇതിനുശേഷം IAS, IPS, ഡിപ്ലോമാറ്റുകൾ, സർക്കാർ ജീവനക്കാർ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. എൻ്റെ ഭാവി എന്താണ്, എൻ്റെ കേസ് എന്താകും ഒക്കെ ചോദിക്കാൻ തുടങ്ങി. അവൻ ചില അനുമാനങ്ങൾ പറയും, ചിലത് ശരിയായി വരും. ഇതോടെ അവൻ്റെ വിശ്വാസ്യത കൂടി. ഇതിനൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും അവൻ്റെ അടുത്തെത്തി. പിടികിട്ടാത്ത കേസുകൾ, കാണാതായ ആളുകൾ ഇതെല്ലാം ചോദിക്കാൻ തുടങ്ങി. അവൻ വീണ്ടും ചില പൂജകൾ ചെയ്യും, ചില അനുമാനങ്ങൾ പറയും, ചിലത് ശരിയായി വരും. ഇതോടെ അവൻ്റെ പ്രഭാവം കൂടുതൽ ശക്തമായി. പക്ഷെ കഥ ഒരു വഴിത്തിരിവിലേക്ക് എത്തി. ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ, വനിതാ ഓഫീസർമാർ ഇവരൊക്കെ അവൻ്റെ അടുത്തേക്ക് എത്താൻ തുടങ്ങി. സമയം കടന്നുപോയപ്പോൾ അവൻ അവരുടെ വിശ്വാസം നേടി. പലർക്കും ഓഷ്നോ ജെൽ നൽകി. ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ വരെ അയക്കും ഈയൊരു ജലം എത്തിക്കാൻ. പക്ഷെ യാഥാർത്ഥ്യം, അവൻ നൽകുന്ന പ്രസാദം, അതായത് ആ വെള്ളം, അതിൽ ബോധം കെടുത്തുന്ന മരുന്നുകൾ ചേർക്കുന്നുവെന്നാണ് വിശ്വാസം. ഓഷ്നോ ജെൽ എന്ന പേരിൽ അപകടകരമായ മരുന്നുകൾ ചേർത്തിരുന്നു. അതിലൂടെ സ്ത്രീകൾക്ക് ബോധം നഷ്ടപ്പെടും, അവൻ്റെ നിയന്ത്രണത്തിലായി മാറും. അതിനുശേഷം അശോക് ഗെഹ്ലോട്ട് അവരോട് ലൈംഗികമായി പെരുമാറും. ഈ കേസിൽ ചില സ്ത്രീകൾക്ക് ബോധമില്ലായിരുന്നു. ചിലരെ എളുപ്പത്തിൽ ചതിക്കാം എന്ന് മനസ്സിലായപ്പോൾ അവരെ വേറൊരു രീതിയിൽ വഞ്ചിച്ചു. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കുഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവൻ ചില പൂജകൾ നടത്തും. ശേഷം പറയും, നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ പൂജ വേണം, അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ അവൻ വളരെ മാനസികമായി അവരെ നിയന്ത്രിക്കും, അവരെ വിശ്വസിപ്പിക്കും ഇതൊരു പൂജയുടെ ഭാഗമാണ് എന്നൊക്കെ. ചില സ്ത്രീകൾ ഈ വഞ്ചനയിൽ വീഴും, സ്വയം തന്നെ തയ്യാറാകും. ഇതൊരിക്കൽ മാത്രമല്ല, പലതവണ സംഭവിച്ചു. ഇതിനു പുറമെ ചില സ്ത്രീകൾക്ക് കുഞ്ഞു വേണ്ട, മറ്റെന്തെങ്കിലും ആവശ്യമാണ്, അല്ലെങ്കിൽ ഇതിനകം അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെ വേറൊരു രീതിയിൽ ഭീഷണിപ്പെടുത്തും. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിൻ്റെ കരിയറിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവൻ പറയും, നിന്റെ ഭർത്താവിൻ്റെ ആയുസ് കുറവാണ്, അവൻ ഉടൻ മരിക്കും. ഇത് കേട്ട് ഭയന്നു പോകുന്ന സ്ത്രീകൾ എങ്ങനെ ഭർത്താവിനെ രക്ഷിക്കാമെന്ന് ചോദിക്കും. അവൻ വീണ്ടും ചില അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കും. അതിൽ ഇൻറ്റിമേറ്റ് ആകണമെന്നൊക്കെ പറയും. ഇതും ഒരു പൂജയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കും. അവൻ്റെ മാനസിക നിയന്ത്രണ ശേഷി വളരെ ശക്തമായിരുന്നു. പല സ്ത്രീകളും അതിൽ കുടുങ്ങി. ഇവയൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെടും. അതിനുശേഷം ബ്ലാക്ക്മെയിൽ ആരംഭിക്കും, പണം ആവശ്യപ്പെടും. ഈ വൈറൽ വീഡിയോ നാഷിക്കിലെ അവൻ്റെ സ്വന്തം ഓഫീസിലേതാണ്. പുറത്ത് ആളുകൾ ഇരിക്കുമ്പോഴും അവൻ അകത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു. ഒരു CCTV ക്യാമറ ഉണ്ടായിരുന്നു. അതിൻ്റെ ആംഗിൾ പ്രത്യേകം ക്രമീകരിച്ചിരുന്നു, എല്ലാം റെക്കോർഡ് ചെയ്യാൻ. സ്ത്രീകൾ പോയതിനു ശേഷം അവൻ തന്നെ ആ വീഡിയോ എടുത്ത് പരിശോധിക്കും. ശേഷം അവരെ ഭീഷണിപ്പെടുത്തും, പണം ആവശ്യപ്പെടും. ഈ സ്ത്രീകളിൽ പലരും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാർ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. വലിയ ബിസിനസ്സുകാരുടെ ഭാര്യമാർ. അവർ മിണ്ടാതിരുന്നത് സമൂഹത്തിൽ അപമാനം വരാതിരിക്കാനാണ്. ആ ഭയത്തെ അവൻ ഉപയോഗപ്പെടുത്തി. ഈയൊരു സർക്കിൾ വീണ്ടും തുടർന്നു. ഒരാൾ ധൈര്യമായി മുന്നോട്ട് വരുന്നത് വരെയും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2026 മാർച്ച് മാസം 17 ആ സ്ത്രീ പരാതി നൽകി. ഇപ്പോൾ പോലീസിനൊരു വലിയ പ്രശ്നമുണ്ട്. ഈ വ്യക്തിയുടെ അനുയായികൾ, വലിയ രാഷ്ട്രീയ നേതാക്കൾ, ബ്യൂറോക്രാറ്റുകൾ അവരെല്ലാവരും അവനുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പക്ഷേ പരാതി ഉണ്ടായിരുന്നു, തെളിവുകളും ഉണ്ടായിരുന്നു. അതിനാൽ പോലീസ് മേലുദ്യോഗസ്ഥരുമായി സംസാരിച്ചു, സർക്കാരിൻ്റെ അനുവാദം തേടി. ഇതിനിടെ നൈലേഷ് യാദവിൻ്റെ ഫോണിൽ നിന്നും നിരവധി വീഡിയോസ് ലഭിച്ചു. അവയിൽ കാണുന്ന പുരുഷൻ അശോക് ഗെഹ്ലോട്ട് തന്നെയാണെന്ന സംശയം ശക്തമായി. സർക്കാർ അനുമതി ലഭിച്ചതോടെ അശോകിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവൻ അന്ന് നാഷിക്കിലെ അവൻ്റെ ഫാം ഹൗസിൽ ഉറങ്ങുകയായിരുന്നു. പോലീസിന് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം, നേരിട്ട് പോയാൽ അവൻ്റെ അനുയായികൾ പ്രശ്നമുണ്ടാക്കും. അതിനാൽ പോലീസ് ഒരു തന്ത്രം ആസൂത്രണം ചെയ്തു. രാത്രി ഫാം ഹൗസിന് പുറത്തെത്തി സൈറൺ മുഴക്കി, കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു. ആളുകൾക്ക് ഇവിടെ കള്ളൻ വന്നിട്ടുണ്ടെന്ന് തോന്നിപ്പിക്കാൻ. പോലീസുകാർ കള്ളൻ കള്ളൻ എന്ന് വിളിച്ചതോടെ ആളുകളെല്ലാം പുറത്തേക്ക് ഓടി. ചില പോലീസ് ഉദ്യോഗസ്ഥർ ഫാം ഹൗസിന്റെ അകത്ത് കയറി. അവർ വാതിൽ തട്ടിയപ്പോൾ വാതിൽ തുറന്നു. അകത്ത് നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്, ഞങ്ങളത് കണ്ടതാണ്. പോലീസ് ഇങ്ങനെ പറഞ്ഞാൽ ആരും തടയില്ലല്ലോ. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. പോലീസ് അകത്ത് തിരച്ചിൽ നടത്തുമ്പോൾ വീടിനകത്തുണ്ടായിരുന്നവർ പുറത്തേക്ക് ഓടി കള്ളൻ എവിടെയാണെന്ന് നോക്കാൻ തുടങ്ങി. ഈ അവസരം ഉപയോഗിച്ച് പോലീസ് നേരെ അശോക് ഗെഹ്ലോട്ടിന്റെ മുറിയിലേക്ക് പോയി. അവനെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അറസ്റ്റ് ചെയ്തു. പിന്നീട് അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അന്വേഷണം ആരംഭിച്ചു. മാർച്ച് മാസം 18 കോടതിയിൽ ഹാജരായി. അറസ്റ്റ് ചെയ്ത ശേഷം അവന്റെ ഫോൺ, പെൻഡ്രൈവ്, ലാപ്ടോപ്പ് എല്ലാം പിടിച്ചെടുത്തു. അതിൽ നിന്നും 58 വീഡിയോസ് കണ്ടെത്തി. ഇപ്പോൾ ഒരു വലിയ ചോദ്യം, 58 സ്ത്രീകളോട് മാത്രമാണോ അവൻ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഇനിയും ഇരകളുണ്ടോ? കാരണം ഇതുവരെ മറ്റു തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. ഇതിനു പുറമെ
സോഷ്യൽ മീഡിയയിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ചും ഒരു സംശയം ഉയർന്നു. പക്ഷേ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഇല്ല. ആ പേര് രൂപാലി ചക്കൻകർ. അവർ മഹാരാഷ്ട്ര വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ്. അവരുടെ ജോലി സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കലാണ്. പക്ഷേ ഒരു വീഡിയോ വൈറലായി. അതിലവർ അശോകിന്റെ കാല് കഴുകുന്നതാണ് കാണുന്നത്. ചില റിപ്പോർട്ടുകൾ പ്രകാരം അവർ അവന്റെ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയുമാണെന്നും പറയുന്നു. കൂടാതെ അവന്റെ ബിസിനസ്സുകളിലും പങ്കാളിയാണെന്ന ആരോപണമുണ്ട്. എന്നാൽ ഇതുവരെയും ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അന്തിമവിധി കോടതിയാണ്. അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ആരെങ്കിലും ഈ ബാബ, താന്ത്രികൻ, ജ്യോത്സ്യൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താൻ തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് അപകടം വരും, ഇത് ചെയ്യണം, പണം നൽകണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, അത് വിശ്വാസമല്ല, അത് ഭയത്തിൻ്റെ ഒരു ബിസിനസ്സാണ്. പലരും ഭയന്ന് പണം കൊടുക്കും, തെറ്റായ കാര്യങ്ങൾക്ക് സമ്മതിക്കും. പക്ഷെ സത്യം, ദൈവം ഒരാളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ സംഭവിക്കും. ഇടനിലക്കാരുടെ ആവശ്യം അവിടെ ഇല്ല. ജീവിതവും മരണവും ഒരാളുടെ വിധിയിൽ എഴുതപ്പെട്ടതാണ്. ആരെങ്കിലും പറഞ്ഞോ പൂജ ചെയ്തോ അതൊന്നും മാറ്റാൻ കഴിയില്ല. അതിനാൽ എല്ലായ്പ്പോഴും ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. അന്ധവിശ്വാസം ഏറ്റവും വലിയ അപകടമാണ്. ചിന്തിക്കാതെ ഒരാളിൽ വിശ്വസിച്ചാൽ അതേ വിശ്വാസം തന്നെ നമുക്കെതിരായി ഉപയോഗിക്കപ്പെടാം. ഭയം അത് ഏറ്റവും വലിയ ആയുധമാണ്. കുടുംബം, ഭാവി, മരണം എന്നിവയുടെ പേര് ഒരാൾക്ക് ആളുകളെ ഭയപ്പെടുത്തി എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും. ഭയപ്പെടുത്തി പണം അല്ലെങ്കിൽ സ്വകാര്യ അനുകൂലങ്ങൾ ആവശ്യപ്പെടുന്ന ബാബ, ഗുരു ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും വഞ്ചകരാണ്. അതിനാൽ സ്വന്തം സുരക്ഷയും ബോധവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സംശയകരമായ സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കാൻ പാടില്ല. വിശ്വാസമുള്ളവരെയോ പോലീസിനെ ഉടൻ തന്നെ സമീപിക്കുക. വിദ്യാഭ്യാസമോ സ്ഥാനമോ വലിയ കാര്യമല്ല. ആരും, അത് എത്ര പഠിച്ചവരോ സമ്പന്നരോ ആയാലും ഇത്തരം കുടുക്കിൽ പെട്ടേക്കാം. അതിനാൽ വിശ്വാസം ബുദ്ധിപൂർവ്വം നൽകുക. ഭയത്തെ അടിസ്ഥാനമാക്കി ഒരിക്കലും തീരുമാനങ്ങൾ എടുക്കരുത്. തെറ്റിനോട് എപ്പോഴും ശബ്ദമുയർത്തുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.